ഒരിടത്ത് ഒരു വലിയ പേരാലിന് മേൽ ഒരു ആണ് കാക്കയും പെണ് കാക്കയും സ്നേഹത്തോടെയും സന്തോഷിച്ചും ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം പെണ് കാക്ക ഒരു മുട്ടയിട്ടു. 2 കാക്കകളും ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ മുട്ട വിരിഞ്ഞു പുറത്തുവന്ന അവരുടെ ഓമനയായ കാക്കക്കുഞ്ഞിനെ മരപോത്തിൽ താമസിക്കുന്ന കൃഷ്ണസർപ്പം വന്നു തിന്നുകളഞ്ഞു. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ പേരാലിനു ചുറ്റും ക്രാ ക്രാ എന്ന് കരഞ്ഞു പറന്നു. പാവം കാക്കകൾ അല്ലേ. പെണുകാക്ക പിന്നെയും മുട്ടകളിട്ടു. പക്ഷേ കൃഷ്ണസർപ്പം വന്നവയെ തിന്നുകളഞ്ഞു. കാക്കകൾ അവരുടെ ഉറ്റ ചങ്ങാതിയായ കുറുക്കനെ കാട്ടിൽ പോയി കണ്ടു. കുറുക്കൻ പറഞ്ഞു, കൂട്ടുകാരെ, ഭീകരനായ കൃഷ്ണസർപ്പത്തെ കൊല്ലാന് നമ്മളെ കൊണ്ടാവില്ല. ഞാൻ ഒരു ഉപായം പറയാം. നിങ്ങൾ രാജാവിന്റെ കൊട്ടാരത്തിനടുത്തു പോയി രാജാവിന്റെ മാലയോ മറ്റോ കൊത്തിക്കൊണ്ടുവന്നു കൃഷ്ണസർപ്പത്തിന്റെ മാളത്തിൽ കൊണ്ടിടണം. രാജഭടന്മാർ മാല എടുക്കാന് വരുമ്പോൾ കൃഷ്ണസർപ്പത്തെ കൊന്നുകൊള്ളും. കാക്കകൾ നേരെ കൊട്ടാരത്തിലേക്ക് പറന്നു. കുളിക്കടവിൽ രാജ്ഞി അഴിച്ചുവച്ചിരുന്ന വജ്രമാലയും കൊത്തി ആണ് കാക്ക പറന്നു. പുറകെ രാജഭടന്മാരും ഓടി. അവസാനം രാജഭടന്മാർ കാൺകെ ആ മാല കൃഷ്ണസർപ്പത്തിന്റെ മാളത്തിൽ കൊണ്ടിട്ടു. മരത്തിൽ കയറി മാളത്തിൽ നിന്ന് മലയെടുക്കാന് ശ്രമിച്ച ഭടനെ കൃഷ്ണസർപ്പം കൊത്തി. ഉടനെ രാജഭടന്മാർ കൃഷ്ണസർപ്പത്തെ പുകച്ചു പുറത്തു ചാടിച്ചു. വാളിനു വെട്ടിയും കുന്തത്തിനു കുത്തിയും അവർ സർപ്പത്തെ കൊന്നു. അങ്ങനെ ദുഷ്ടനായ സർപ്പത്തിന്റെ കഥ കഴിഞ്ഞു. പെണ് കാക്ക പിന്നെയും ഒരുപാട് മുട്ടകളിട്ടു. വിരിഞ്ഞു പുറത്തുവന്ന കുഞ്ഞുങ്ങളും കാക്കകളും സുഖമായി കഴിഞ്ഞു. ശക്തിയെ ബുദ്ധി കൊണ്ട് ജയിക്കാമെന്ന് മനസ്സിലായില്ലേ കൂട്ടുകാരെ? ഇനിയും ഇതുപോലത്തെ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.